ഉറപ്പായിട്ടും വരും. ആളി കത്തണമല്ലോ. ഒന്നാമത് ഞാൻ പറയട്ടെ, എൻ്റെ മണ്ഡലത്തിൻ്റെ MLA കൂടിയാണ് VK സനോജ്. ഈ പറഞ്ഞതുപോലെ CPM നിയമസഭയിലേക്ക് പോകുന്ന MLA മാരിലെ പുതുമുഖമാണ്. അപ്പോൾ എങ്ങനെയാണ്, എക്സൈറ്റ്മെൻറ്റിലാണോ? അല്ല, ആദ്യമായിട്ടാണ് MLA ആവുന്നത്. കുറച്ച് വർഷമായിട്ട് തിരുവനന്തപുരം പരിചയമുണ്ട്. സെക്രട്ടറി മുമ്പിലൊക്കെ സമരത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു MLA ആയിട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് ആളുകളുടെ എണ്ണത്തിലൊരു കുറവുണ്ട്. എങ്കിൽ പോലും ആളുകളെല്ലാം പ്രതീക്ഷിക്കുന്നത് തീപ്പൊരിയാകുന്നത് VK സനോജ് ഉൾപ്പെടെയുള്ള യുവനിരയായിരിക്കും എന്നുള്ളതാണ്. എണ്ണത്തിൽ കുറവെന്നൊന്നും ഞങ്ങളെ ഭയപ്പെടുന്ന കാര്യമില്ല. കാരണം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ അതെങ്ങനെ സഭയിൽ അവതരിപ്പിക്കുന്നു, അതിന് പിന്നിൽ എങ്ങനെ ആളുകൾ അണിനിരത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയെല്ലാമുള്ള എണ്ണക്കുറവെല്ലാം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിഷയങ്ങൾ ഉന്നയിച്ചും കൃത്യമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചും അതിന് പിന്നാലെ ആളുകളെ അണിനിരത്തിയിട്ടുള്ള അനുഭവവും ചരിത്രവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഇത് ഈ എണ്ണക്കുറവും ഞങ്ങൾ ഭയപ്പെടുന്നേയില്ല. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എനിക്കൊന്നു പല സമരങ്ങൾ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുന്നേ കണ്ട രീതിയിലായിരിക്കില്ല അതിനുശേഷമുള്ള സമരങ്ങൾ. പക്ഷേ അതിനനുസരിച്ചുള്ള സമരങ്ങൾ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് കാണാതിരിക്കുന്നതേ ഉള്ളൂ പുറത്തേക്ക്. അതുപോലെ അകത്ത് നിയമസഭയിൽ നിയമസഭാ സാമാജികനായുള്ള ഒരു ആശയ സമരങ്ങൾ കൂടി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അല്ല, UDFൻ്റെ ഒരു ഭരണം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും യുവജന വിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ, ജനവിരുദ്ധമായ നയങ്ങൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ് എങ്ങനെ അത്തരം കാര്യങ്ങളെ പിന്തുടരുന്നു എന്നതനുസരിച്ചായിരിക്കും സമരങ്ങളുടെ എല്ലാം രൂപവും ഭാവമൊക്കെ തീരുമാനിക്കുക. ഏതായാലും തെറ്റായ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, വിട്ടുവീഴ്ചയില്ലാത്ത അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കാനും ഞങ്ങൾക്ക് ഒരു മടിയില്ല. അപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിയായുണ്ട്, ഇപ്പുറത്തെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അങ്ങനെ ഒരു യുവനിര ഇത്തവണ സഭയിലുണ്ട്. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പം KSUവിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അപ്പുറത്തുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പുറത്തും DYFIയുടെ സെക്രട്ടറി നിലയിൽ അല്ലെങ്കിൽ നേരത്തെ MLA ആയിട്ടുള്ള യുവ MLA വിജിനുണ്ട്. ഇപ്പുറത്ത് KV സുമേഷ് ഉണ്ട്. ഇപ്പുറത്ത് നമ്മുടെ അരുൺ ഉണ്ട്. KU ജിനീഷ് ഉണ്ട്. ഇങ്ങനെ ഒരു നിര ഇപ്പുറത്തും ഉണ്ട്. എണ്ണത്തിൽ കുറവാണെന്ന കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ശക്തമായിട്ട് അവിടെ കാര്യങ്ങൾ ഉന്നയിക്കും. എല്ലാ നിലയിലുള്ള ഇടപെടലും അതിനകത്തും പുറത്തും ഞങ്ങൾ നടത്തും. ഏതായാലും കുടുംബം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്തിയിട്ടുണ്ട്, അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ്